മെട്രോ വേഴ്സസ് മെട്രോ റൗണ്ടുമായി സ്റ്റാർ സിംഗർ സീസൺ 10-ന്റെ 45ാമത് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണ ടോസ് ലഭിച്ചത് കോൺവെന്റ് സ്കൂളിനാണ്. ഗുരുകുലത്തിനെയാണ് ആദ്യം പാടാനായി വിടുന്നത്. ഈ എപ്പിസോഡിൽ അതിഥികളായി വന്നിട്ടുള്ളത് ബിഗ് ബോസ് സീസൺ 7-ന്റെ 4 കണ്ടസ്റ്റൻസ് ആണ്. ബിന്നി, സരിക, ലക്ഷ്മി, സാബുമാൻ എന്നിവരാണ് എത്തിയിട്ടുള്ളത്. ഈ എപ്പിസോഡിനിടയിൽ ഇവരെ വെച്ച് ടാസ്കുകൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആദ്യമായി പാടാനെത്തുന്നത് ശിവപ്രിയ സുരേഷ് ആണ്. പ്രശസ്ത സംവിധായകൻ മണിരത്നം സംവിധാനം ചെയ്ത ഗുരു എന്ന തമിഴ് സിനിമയിലെ ഗാനമാണ് ശിവപ്രിയ പാടുന്നത്. ഗുൽസാറിന്റെ രചനയ്ക്ക് AR റഹ്മാൻ ഈണം നൽകിയതാണ് ഈ ഗാനം. മയ്യ മയ്യ എന്ന് തുടങ്ങുന്ന ഈ അടിച്ചുപൊളി പാട്ട് പാടിയിട്ടുള്ളത് ചിന്മയി ശ്രീപദ, കൃതി, ഈജിപ്ഷ്യൻ സിംഗറായിട്ടുള്ള മറിയം ടോളർ എന്നിവരാണ്. അതിഗംഭീരമായി അവതരിപ്പിച്ച ഈ ഗാനത്തിന് ശിവപ്രിയയ്ക്ക് 99.5 മാർക്കാണ് ലഭിച്ചത്. അടുത്തതായി പാടാനെത്തുന്നത് സ്വർണ KS ആണ്. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലെ ഗാനമാണ് സ്വർണ ആലപിക്കുന്നത്. സ്റ്റാർ സിംഗറിന്റെ സ്വന്തം സിത്താര കൃഷ്ണകുമാറും ഗോവിന്ദ് മേനോനും ചേർന്ന് പാടിയതാണ് ഈ ഗാനം. ആയില്യം കാവും മലയും എന്ന് തുടങ്ങുന്ന വെറൈറ്റി ടെക്സ്ചറിലുള്ള ഈ ഗാനം ഒരുക്കിയിട്ടുള്ളത് റഫീഖ് അഹമ്മദും ബിജിപാലുമാണ്. ഈ ഗാനത്തിന് 99 മാർക്കാണ് സ്വർണയ്ക്ക് ലഭിക്കുന്നത്. അടുത്തതായി പാടാനെത്തുന്നത് ദീപുവാണ്. ഒന്നാണ് നമ്മൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് ദീപു പാടുന്നത്. ഇളയരാജ, ബിച്ചു തിരുമല ടീമിൻ്റെതാണ് ഈ ഗാനം. ദാസേട്ടനും ജാനകിയമ്മയും ചേർന്നു പാടിയ ഗാനമാണിത്. വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ എന്ന് തുടങ്ങുന്ന ഈ അതിമനോഹരമായ ഗാനത്തിലെ ഹമ്മിങ് പോർഷൻ എല്ലാം മികച്ച രീതിയിൽ പാടിയത് കൃഷ്ണശ്രീയാണ്. അത്ര നന്നായി അവതരിപ്പിക്കാൻ കഴിയാതിരുന്ന ദീപുവിന് 98.5 മാർക്കാണ് ലഭിച്ചത്. ഈ എപ്പിസോഡിൽ ദീപുവിൻ്റെ ഫാമിലിയെ കൂടി കൊണ്ടുവന്നിരുന്നു. വളരെ വികാരനിർഭരമായ രംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തതായി പാടാനെത്തുന്നത് കോൺവെന്റ് സ്കൂളിലെ വൈശാഖനാണ്. സൂപ്പർ ഹിറ്റ് ഗാനമായ അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി എന്ന് തുടങ്ങുന്ന അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ ഗാനമാണ് വൈശാഖൻ പാടുന്നത്. ഒരേയൊരു ഗാനം മാത്രം പാടി പ്രശസ്തിയിലേക്ക് ഉയർന്ന നിഖിൽ മാത്യുവാണ് ഈ ഗാനം പാടിയിട്ടുള്ളത്. മികച്ച രീതിയിൽ അവതരിപ്പിച്ച ഈ ഗാനത്തിന് വൈശാഖനു ലഭിച്ചത് 99.5 മാർക്കാണ്. ചിത്രചേച്ചി ആവശ്യപ്പെട്ടതിനനുസരിച്ച് കണ്ണൂർ ഷെരീഫ് മാഷ് കൂടി ഈ ഗാനം അതിമനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. അടുത്തതായി കലാഭവൻ സരികയുടെ ഗാനങ്ങളായിരുന്നു. ചിത്രചേച്ചിക്കൊപ്പം ആലാപനം തേടും തായ്മനം എന്ന് തുടങ്ങുന്ന ഗാനം മനോഹരമായി അവതരിപ്പിച്ചു സരിക. ലക്ഷ്മിയോട് കുസൃതി ചോദ്യങ്ങളാണ് ചോദിച്ചത്. വളരെ നന്നായി ലക്ഷ്മി പെർഫോം ചെയ്തു. ബിന്നിക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് നൃത്തം ചെയ്ത് വിധുപ്രതാപിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു. സാബുമാന് കൊടുത്ത ടാസ്ക് ഡാൻസ് കളിച്ചുകൊണ്ട് സിത്താരയെ ചിരിപ്പിക്കുക എന്നതായിരുന്നു. അതിൽ സാബുമാനെ പരാജയപ്പെടുത്തി സിത്താര. എന്തായാലും ടൈം പാസ് ആയിരുന്നു ഈ എപ്പിസോഡ്. ഗുരുകുലത്തിന് ലഭിച്ച മാർക്ക് 198ഉം കോൺവെന്റ് സ്കൂളിന് 198.5 മാർക്കുമാണ്. അതുകൊണ്ട് തന്നെ കോൺവെന്റ് സ്കൂളാണ് വിജയി. ഈ എപ്പിസോഡിലെ പെർഫോമേഴ്സായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വൈശാഖനെയും ശിവപ്രിയയെയുമാണ്. പെർഫോമർ ഓഫ് ദ വീക്കിന് 25,000 രൂപ ലഭിക്കുന്നത് ഇത്തവണ ലഭിച്ചത് തീർത്ഥയ്ക്കാണ്. തീർത്ഥയ്ക്ക് 100 മാർക്ക് ലഭിച്ചിരുന്നു. ഗോൾഡൻ മൊമെൻ്റായി തിരഞ്ഞെടുത്തത് ശിവപ്രിയ അവതരിപ്പിച്ച മയ്യ മയ്യ എന്ന ഗാനമാണ്. വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.